ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 21 അധ്യായമാണ് നമ്മളിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. 21 അധ്യായത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരുടെ വിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനു മുൻപേ ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും ഭക്ഷണകാര്യങ്ങളിലുള്ള വിശുദ്ധിയെക്കുറിച്ചും ദാമ്പത്യ ധർമ്മങ്ങളിൽ നമ്മൾ കാത്തുപരിപാലിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ദൈവികമായ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കുണ്ടാകേണ്ട വിശുദ്ധിയെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം അവരോട് പറയുന്നു 2-ാം വാക്യത്തിൽ, മരിക്കുന്നവരെ പ്രതി സ്വയം അശുദ്ധനാകരുത്. പഴയ നിയമം അനുസരിച്ച് മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ അശുദ്ധനാണ്. അവന് ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ അറിയാതെ പോലും ശവക്കല്ലറകളിൽ സ്പർശിക്കുന്ന വിവരം അശുദ്ധരാകുമായിരുന്നു. അതുകൊണ്ട് അറിയാതെ കല്ലറകളെ പോലും സ്പർശിക്കാതിരിക്കുന്നതിന് വേണ്ടി കല്ലറകളിൽ വെള്ളം പൂശിയിരുന്നു. അങ്ങനെ ആരെങ്കിലും സ്പർശിച്ചു പോയാൽ പിറ്റേ ദിവസം പകൽ മുഴുവൻ അവൻ അശുദ്ധനായിട്ട് ഇരിക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല. കാരണം വിശ്വാസികളുടെ ശരീരത്തെ നമ്മൾ ചുംബനം നൽകിയാണ് നമ്മുടെ യാത്ര അയക്കുന്നത്. കാരണം കർത്താവിൻ്റെ ശരീര രക്തങ്ങളെ അനുഭവിച്ചിട്ടുള്ള ശരീരമാണ് അത്. സഭയെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ കർത്താവിനാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടേണ്ട വിശുദ്ധ ശരീരമായതുകൊണ്ടാണ് പ്രാർത്ഥനാപൂർവം ആഘോഷപൂർവ്വം ദേവാലയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതും പ്രാർത്ഥനയോടെ അത് സംസ്കരിക്കുന്നതും അതിനുശേഷം സംസ്കരിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെയും അത് വിശുദ്ധം എന്ന രീതിയിൽ നമ്മൾ കാണുന്നതുകൊണ്ടാണ്. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പുരോഹിതൻ ആ മൃതശരീരം സംബന്ധിച്ച് അശുദ്ധനാവരുത്. എന്നാൽ അവൻ്റെ മാതാപിതാക്കളോ ചർച്ചക്കാരോ ബന്ധുജനങ്ങളോ ഒക്കെ ആണെങ്കിൽ ആ രീതിയിൽ അശുദ്ധമായാലും പിന്നെ ശുദ്ധീകരണ പ്രക്രിയകൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. പിന്നെ 4-ാം വാക്യം നമ്മൾ വായിക്കുന്നു, പുരോഹിതൻ ജനത്തിൽ പ്രമുഖനും വിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രതിനിധിയുമാണ്, അതിനാൽ അവൻ സ്വയം മലിനനാക്കരുത്. ദൈവം വിശുദ്ധനാണ്. ദൈവത്തെ പ്രതികരിക്കുന്ന ആളായതുകൊണ്ടാണ് അപ്രകാരമുള്ള മലിനതയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ സമൂഹത്തിൽ അദ്ദേഹത്തിന് പ്രമുഖ സ്ഥാനം ഉണ്ട് താനും. പിന്നെ പറയുന്നത്, ദുഃഖസൂചകമായി അവൻ്റെ തലമുണ്ടനം ചെയ്യുക, താടി വടിക്കുക, ശരീരത്തിൽ മുറിവുണ്ടാക്കുക എന്നിവ ചെയ്യരുത്. പഴയ നിയമകാലത്തെ ജാതികളുടെ ഇടയിൽ അപ്രകാരമുള്ള രീതികളുണ്ടായിരുന്നു. ബന്ധുക്കൾ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് പശ്ചാത്താപത്തിൻ്റെ ഒക്കെ സൂചകമായി അവരുടെ ദുഃഖസൂചകമായി അവർ തലമുണ്ടനം ചെയ്യുകയും താടി വടിക്കുകയും അല്ലെങ്കിൽ അവരെ ശരീരത്തിൽ അവർ മുറിവുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അപ്രകാരം ഇസ്രായേൽ ജനം ഒരിക്കലും അത് പുരോഹിതൻ അത് ചെയ്യാൻ ആയിട്ട് പാടില്ല എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾ അങ്ങനെ ചെയ്താൽ പോലും പുരോഹിതൻ ചെയ്യരുത്. പിന്നെ പറഞ്ഞു, അവർ മുഖാന്തരം ദൈവനാമം അശുദ്ധമാകരുത്, കാരണം അവർ ദൈവത്തിൻ്റെ ബലിയർപ്പിക്കുന്നവരാണ്. പുരോഹിതൻ മുഖാന്തരം ദൈവനാമം അശുദ്ധമാകാൻ പാടില്ല. ഇന്ന് വാസ്തവത്തിൽ എല്ലാ സഭകളിലും എല്ലാ മതങ്ങളെയും നോക്കുമ്പോൾ ദൈവനാമം ഇന്ന് മലിനമാക്കപ്പെടുന്നത് പൗരോഹിത്യ ശ്രേണിയിലുള്ളവരിലൂടെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ ശോചനീയമായ ദുഃഖകരമായ ഒരവസ്ഥയാണ്. ആരെല്ലാം ദൈവനാമത്തെ എന്തെല്ലാം ചെയ്താലും എപ്പോഴും ദൈവനാമത്തെ വിശുദ്ധിയോടെ കാണുകയും അവിശുദ്ധമായ ജീവിതം നയിക്കുവാൻ എല്ലാ പുരോഹിതന്മാരും ബാധ്യസ്ഥരാണ്. അത് അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അവർ വിവാഹം കഴിക്കുന്നത് പോലും വേശ്യ അല്ലെങ്കിൽ വ്യഭിചാരിണിയായ സ്ത്രീയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ അശുദ്ധമാക്കപ്പെട്ടവളെയോ വിവാഹം കഴിക്കാൻ പോലും പാടില്ല. കാരണം അവരുടെ ശരീരം വിശുദ്ധമാണ്. ആ വിശുദ്ധമായ ശരീരം അശുദ്ധമായ ശരീരത്തോട് സംയോജിക്കപ്പെടുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം എപ്പോഴും പുരോഹിതൻ ദൈവസന്നിധിയിൽ വിശുദ്ധനായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളവർ വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞത്. പിന്നെ പറയുന്നു, അവൻ കാഴ്ചയപ്പം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നവനാണ്. പുതിയ നിയമത്തിൽ നമുക്കറിയാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ. ഈ പറഞ്ഞ എല്ലാ വിശുദ്ധിയും അവർക്കും ബാധകമാണ്.
പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു, ഒരു പുരോഹിതൻ്റെ മകൾ പരസംഗം ചെയ്താൽ പോലും പുരോഹിതൻ അശുദ്ധനാകും. കാരണം അവനിൽ നിന്ന് ജനിച്ച മകൾ, അവൻ്റെ കൂടെ വസിക്കുന്ന മകൾ, അവൾ പരസംഗം ചെയ്താൽ ആ ബന്ധത്തിൽ പോലും അവൻ അശുദ്ധനാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൗരോഹിത്യ ശ്രേണികളുടെ കുടുംബാംഗങ്ങളൊക്കെ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവന് തലയിൽ അഭിഷേക തൈലമുള്ളവനും വിശുദ്ധ വസ്ത്രം അവന് ധരിക്കുന്നവനുമായ പുരോഹിതൻ തൻ്റെ തലയെ നഗ്നമാക്കുകയോ വസ്ത്രം കീറുകയോ ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ദുഃഖസൂചകമായും അല്ലെങ്കിൽ മറ്റവരോടുള്ള സ്നേഹത്തെ പ്രതിയും ഒക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. കണിവിനെ ചെയ്യാൻ പാടില്ലാത്ത കാരണം അവൻ്റെ തലയിൽ അഭിഷേക തൈലം വീണിട്ടുള്ളതാണ്. പുതിയ നിയമത്തിൽ ആ പൗരോഹിത്യ നൽവരം അവൻ്റെ ശിരസിൽ കൈവച്ചാണ് അവന് ഇത് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ അശുദ്ധമാക്കാനായിട്ട് പാടില്ല. വിശുദ്ധമായ വസ്ത്രം അവർ ധരിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. 11-ാം വാക്യത്തിൽ പറയുന്നു, മാതാപിതാക്കളുടെ മൃതശരീരത്തെ പോലും അവനെ സ്പർശിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ പറയുന്നു, വിശുദ്ധ സ്ഥലം വിട്ടുപോകുകയോ അശുദ്ധമാകുകയോ ചെയ്യരുത്. എപ്പോഴും വിശുദ്ധ സ്ഥലത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട വിശുദ്ധിയിൽ എപ്പോഴും ജീവിക്കാൻ സാധിക്കണമെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ അഭിഷേക തൈലം അവനിലുണ്ട്. അഭിഷേക തൈലം അശുദ്ധമായതിൽ പ്രവേശിക്കാനോ അശുദ്ധമായത് ചിന്തിക്കാനോ അശുദ്ധമായ രീതിയിൽ ജീവിക്കാനോ നമ്മെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പറയുന്നു, അവൻ സ്വന്തം ജനത്തിൽ നിന്ന് കന്യകയായവളെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നാണ്. അപ്പം ആ പൗരോഹിത്യ ബന്ധമുള്ളവരിൽ നിന്ന്, അതാണ് അവൻ ആ സ്വന്തം ജനത്തിൽ നിന്ന്. അപ്പം അഹരോന്റെ മകൾക്ക് ലേവ്യ ഗോത്രത്തിൽ നിന്ന് മാത്രമാണ് വിവാഹം കഴിക്കാൻ അവകാശമുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവൾ കന്യകയായിരിക്കണം എന്ന് പറഞ്ഞാൽ അശുദ്ധമാക്കപ്പെട്ടവൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 16 മുതലുള്ള വാക്ക് നമ്മൾ വായിക്കുന്നത്, അംഗവൈകല്യമുള്ളവൻ, ശാരീരിക കുറവുള്ളവൻ യാഗമർപ്പിക്കാൻ വരരുത് എന്നാണ്. ദൈവം വിശുദ്ധനാണ്. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ ശാരീരികമായ വൈകല്യമല്ല, ആന്തരികമായ മനസ്സിൻ്റെ ആ വികലതയാണ് നമ്മളിതുമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പഴയ നിയമത്തിലെല്ലാം ശരീരപ്രകാരമായതുകൊണ്ട് ശരീരത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുക. പുതിയ നിയമത്തിലെല്ലാം ആന്തരികമാണ്. അതുകൊണ്ട് കർത്താവ് ഹൃദയവിശുദ്ധി ആവശ്യപ്പെട്ടത് നമുക്ക് അറിയാമല്ലോ. ഇതെല്ലാം ആന്തരികമാണെന്നുള്ള ബോധ്യത്തോടെ എപ്പോഴും ആന്തരികമായ വിശുദ്ധിയോടെ, മാനസികമായ വിശുദ്ധിയോടെ ദൈവസ്ഥലത്തിൽ കടന്നു വരുവാനും ആരാധിക്കുവാനും വിസ്തുവാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ പഴയ നിയമത്തിലെല്ലാം ശരീരത്തിൻ്റെതാണ്. അതെല്ലാം നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ച് അപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.